പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾ തുടരുകയാണ്. പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിന്റെ കൂടുതൽ നിർദ്ദേശങ്ങൾ പുറത്തുവന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നയാളെ പുതിയ പാപ്പയാക്കണം എന്നാണ് കർദിനാൾമാരുടെ യോഗത്തിലുണ്ടായിരിക്കുന്ന തീരുമാനം. റോമിലെ സെന്റ് പോൾസ് ബസിലിക്കയിൽ നിന്ന് പി ജെയിംസ് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. പി അടുത്ത മാർപ്പാപ്പ ആരായിരിക്കും എന്ന ആകാംക്ഷയോടുകൂടി ലോകം കാത്തിരിക്കുകയാണ്, വിശ്വാസികൾ കാത്തിരിക്കുകയാണ്. പേപ്പൽ കോൺക്ലേവിൻ്റെ തീയതിയൊക്കെ ഇതിനോടകം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മെയ് 7-നാണ് അത് നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായുള്ള ചർച്ചകൾ, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ, പി ജെയിംസ്? റീജിത്തെ, ഞാൻ റോമിലെ സെൻറ്റ് പോൾസ് ബസിലിക്കയുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. റോമിൽ 4 പേപ്പൽ ബസിലിക്കകളാണുള്ളത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ. അതിലാദ്യത്തേത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. അത് മാർപ്പാപ്പ അവിടെയാണ് മട്ടുപ്പാവിൽ വരുന്നതും മാർപ്പാപ്പയുടെ സ്വന്തം ബസിലിക്കയായിട്ട് അറിയപ്പെടുന്ന ലോകത്തിൻ്റെ ഇതിൽ മാർപ്പാപ്പ നേരിട്ട് നിൽക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയാണ്. കാരണം വിശുദ്ധ പത്രോസാണ് ആദ്യത്തെ മാർപ്പാപ്പ. ആ പേരിലാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഉള്ളത്. പിന്നെയുള്ള 3 ബസിലിക്കകൾ, ഒന്ന് സെൻറ്റ് മേരീസ് ബസിലിക്ക മേജറാണ്, അവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്തത്. പിന്നെ സെൻറ്റ് പോൾസ് ആൻഡ് സെൻറ്റ് ജോൺ. സെൻറ്റ് പോൾസ് ബസിലിക്കയിലാണ് 266 മാർപ്പാപ്പമാരുടെ ചിത്രങ്ങളുള്ളത്. അതിൽ ആരാണോ മാർപ്പാപ്പയായിട്ട് നിലവിലുള്ളത് ആളുടെ ചിത്രത്തിന് മുൻപിൽ മാത്രം വിളക്ക് തെളിഞ്ഞു നിൽക്കും. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തതോടെ അവിടുത്തെ വിളക്ക് അണഞ്ഞിരിക്കുകയാണ്. അടുത്ത മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള സ്പേസ് എൻ്റെ പിറകിൽ കാണുന്ന ഈ ബസിലിക്കയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി 11 മാർപ്പാപ്പമാർക്കുള്ള ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ അവരുടെ പടം വയ്ക്കാനുള്ളതാണ് ഒഴിവുള്ളത്. റോമാക്കാർക്കിടയിൽ സംസാരമുണ്ട്. 11 മാർപ്പാപ്പമാർ കൂടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ട്. അത് പോകട്ടെ. എന്തായാലും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ മെയ് 7-ാം തീയതി കോൺക്ലേവ് ചേരുകയാണ്. അത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആദ്യ ദിവസം ഏതാണ്ട് ഉച്ചയോട് കൂടിയായിരിക്കും ആദ്യ ബാലറ്റ്. കാരണം 135 കർദിനാൾമാർ, അതിൽ 2 പേര് താങ്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 133 പേരായിരിക്കും ഉണ്ടാവുക. അവർ വോട്ട് ചെയ്യാനായിട്ട് കയറും. അവർക്ക് തുടക്കത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം കഴിഞ്ഞാൽ ആദ്യ വോട്ടെടുപ്പ് മെയ് 7-ാം തീയതി നടക്കും. അന്ന് ഒരു വോട്ടെടുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ മാർപ്പാപ്പയെ 3-2 ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 2 വീതവും ഉച്ച കഴിഞ്ഞ് 2 വീതവും വോട്ടെടുപ്പുണ്ടാവും. ഇത് കഴിഞ്ഞ് 3-ാം ദിവസവും 2-ാം ദിവസവും തിരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ ഓരോ തവണയും വോട്ടെടുപ്പ് കഴിയുമ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ കറുത്ത പുക സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പുക കുഴലിലൂടെ വരും. 3-ാം ദിവസവും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥനയ്ക്കായി വിട്ടുകൊടുക്കും. ഇങ്ങനെ ആ പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ കർദിനാൾമാരുടെ യോഗം ചേർന്ന് തീരുമാനിക്കുകയല്ല. പൊതുവെ കർദിനാൾമാർ പലരും അഭിപ്രായം പറയുന്നത് ഇവിടുത്തെ മീഡിയയിൽ പുറത്തു വരുന്നത് തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തെ കത്തോലിക്ക സഭയ്ക്കും ലോക സമാധാനത്തിനും ലോക ജനതയ്ക്കും വേണ്ടി നയിച്ച പാത, അത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും എല്ലാം സ്വീകാര്യമായ സോഷ്യൽ ജസ്റ്റിസിൻ്റെ സാമൂഹ്യ നീതിയുടെ പാതയാണ്. ആ പാതയിലൂടെ കത്തോലിക്ക സഭ മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാതയിൽ ചലിക്കുന്ന ഒരാളെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കണമെന്നുള്ള വാദത്തിന് വലിയ പിൻബലമേറി വരികയാണ്. നേരത്തെ ഇറ്റാലിയൻ കർദിനാൾമാരുടെ, ഇവിടുത്തെ പിയട്രോ പരോളിൻ അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ ഇറ്റാലിയൻ കർദിനാൾമാരുടെ പേരുകൾക്കാണ് മുൻതൂക്കമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഇത് മാറുന്നു. ഫിലിപ്പൈൻസിൽ നിന്നുള്ള ആൻ്റോണിയോ ലൂവിസ് ടാഗ്ലെ അടക്കം, അതുപോലെ തന്നെ ഹംഗേറിയൻ കർദിനാള് അടക്കമുള്ളവരുടെ പേരുകളാണ് ഇപ്പോൾ പുതുതായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് കാരണമാവുന്നുണ്ട്. റീജിയത്തെ ഏറ്റവും രസകരമായ കാര്യം, ഇവിടെ റോമക്കാർ ഏറ്റവും കൂടുതൽ ബെറ്റ് വയ്ക്കുന്നത് സോക്കർ കാര്യത്തിലാണ്. ഫുട്ബോളിൽ ആര് ജയിക്കും. പക്ഷെ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. നമ്മൾ കാണുന്ന ആൾക്കാർ മാത്രമല്ല, ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളിലും വരുന്നത് എവിടെ ടാക്സി ഡ്രൈവർമാർ കൂടിയാലും ആരായിരിക്കും പുതിയ പാപ്പ. ഒരുപക്ഷെ റോമിലെ ആരാകും പുതിയ പാപ്പ എന്നറിയാൻ ലോകം കാത്തിരിക്കുകയാണ്. പേപ്പൽ കോൺക്ലേവിന് മെയ് 7-നാണ് തുടക്കമാകാൻ പോകുന്നത്. റോമിലെ സെന്റ് പോൾസ് ബസിലിക്കയിൽ നിന്ന് പി ജെയിംസ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.